ഫ്രണ്ട്സ്, ആധാർ കാർഡും പാൻ കാർഡും ഉപയോഗിച്ചുകൊണ്ട് 1,00,000 രൂപ വരെ ലോൺ ലഭിക്കുന്ന ഒരു പുതിയ പേഴ്സണൽ വെബ്സൈറ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. RBI അപ്രൂവ്ഡ് ലെൻഡേഴ്സ് ത്രൂ തന്നെയാണ് ഈ ഒരു വെബ്സൈറ്റ് ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. മൈക്രോ ലോൺസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ് വെബ്സൈറ്റ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ മൊത്തമായി കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ആധാർ കാർഡും പാൻ കാർഡും ഡോക്യുമെൻറ്റ്സ് ആയിട്ടുള്ളവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ലോൺ എടുക്കാവുന്നതാണ്. മറ്റ് ഡോക്യുമെൻറ്റ്സ് ഒന്നും തന്നെ ഇവർ ചോദിക്കുന്നില്ല. ആധാർ കാർഡും പാൻ കാർഡും ഉണ്ടായിരിക്കണം, ഇത്രയേ വേണ്ടൂ. ഫ്രണ്ട്സ്, അപ്പോൾ ഏകദേശം 1,00,000 രൂപ വരെയൊക്കെയാണ് ഈ ഒരു വെബ്സൈറ്റ് ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് ത്രൂ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. പിന്നെ ഇവരുടെ ലെൻഡിങ് പാർട്ണർ എന്ന് പറയുന്നത് യാഷിക് ഫിൻലീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, അതുപോലെ നന്ദാൻവൻ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന രണ്ട് NBFC ആണ് ഈ ഒരു വെബ്സൈറ്റ് ത്രൂ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഒക്കെ കുറച്ചൊരു കൂടുതലുണ്ടെങ്കിൽ പോലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ജെന്യൂൻ ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് തന്നെയാണ്. വെബ്സൈറ്റിൻ്റെ പേര് എന്ന് പറയുന്നത് നെക്സി മൈക്രോ ലോൺസ് എന്നാണ്. എനിക്ക് ഈ ഒരു വെബ്സൈറ്റ് ത്രൂ ഏകദേശം 5,000 രൂപയാണ് ലോണായിട്ട് അപ്രൂവൽ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ വിത്ഡ്രോ ഫണ്ട്സ് എന്ന് പറയുന്ന താഴെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ എമൗണ്ട് കാര്യങ്ങളൊക്കെ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. അതിന് മുമ്പ് എനിക്ക് 17 ദിവസത്തെ ടെന്യൂറാണ് കിട്ടിയത്. 5,000 രൂപയാണ് എനിക്ക് ലോണായിട്ട് കിട്ടിയത്. 5,425 രൂപ തിരിച്ചടയ്ക്കണം. അതുപോലെ GST കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ 590 രൂപയുണ്ട്. മൊത്തം എനിക്ക് 4,410 രൂപ ഡിസ്ബേഴ്സ് ആവുകയും ചെയ്യും. 5,425 രൂപ എനിക്ക് തിരിച്ചടയ്ക്കുവാണ്. ഏകദേശം 17 ദിവസത്തെ ടെന്യൂറേ കിട്ടിയുള്ളൂ. സോ നോക്കിയും കണ്ടൊക്കെ നിങ്ങൾ എടുത്താൽ മതി, നിർബന്ധിക്കുന്നില്ല. എമർജൻസി പർപ്പസ് ഒക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഒരു വെബ്സൈറ്റ്. സോ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. സോ വെബ്സൈറ്റിൻ്റെ പേര് എന്ന് പറയുന്നത് നെക്സി മൈക്രോ ലോൺസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് ഗൂഗിളിലോ ക്രോമിലോ മറ്റോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഏകദേശം അപ് ടു 1 lakh വരെയാണ് ഒരു ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. സാലറിയുടെ എംപ്ലോയീസ് ആയിരിക്കണം എന്നാണ് ഇവർ പറയുന്നത്. മൊത്തത്തിൽ നമ്മൾ ഓൺലൈൻ തന്നെയാണ് അപ്രൂവൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിത്തിൻ 24 hours എമൗണ്ട് കാര്യങ്ങളൊക്കെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യേണ്ടത് കാണിച്ചു തരാം. സോ ആദ്യം തന്നെ അപ്ലൈ നൗ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ താഴെ കാണുന്ന ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു OTP നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും. ഒരു 6 അക്ക OTP വരുന്നതായിരിക്കും. ആ OTP എൻ്റർ ചെയ്ത് വെരിഫൈ കൊടുക്കുക. സോ അടുത്തായിട്ട് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ്. നമ്മുടെ പാൻ കാർഡ് നമ്പർ, അതുപോലെ ഇമെയിൽ ID, ഈ 2 കാര്യങ്ങൾ നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരും. അത് കറക്റ്റ് ആണെന്ന് കൊടുക്കുക. അടുത്തായിട്ട് നമ്മുടെ KYC ആണ്, നമ്മുടെ ആധാർ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ്. സോ നമ്മളത് പ്രൊസീഡ് എന്ന് പറഞ്ഞ ഭാഗത്ത് കൊടുക്കുക. സോ നമ്മൾ ആധാർ കാർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതിന് നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരും ആ ഒരു പ്രൊസീഡ് കൊടുക്കുമ്പോൾ. സോ ആ ഒരു മൊബൈലിലേക്കുള്ള ആ ഒരു OTP, ആ എൻ്റർ OTP എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സോ നമ്മുടെ ആധാർ കാർഡ് വെരിഫിക്കേഷൻ കഴിഞ്ഞു. അടുത്തായിട്ട് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ്, നമ്മൾ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതായത് നെയിം ഓഫ് ദി എംപ്ലോയർ, നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേര്, നമ്മുടെ മാസ സാലറി എത്രയാണെന്നുള്ള നെറ്റ് മന്ത് സാലറി എന്ന് അവിടെ കൊടുക്കുക. അതുപോലെ നമ്മുടെ സാലറി ഡേറ്റ്, നമുക്ക് എന്താണ് സാലറി വരുന്നത് എന്നുള്ളത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ലോൺ എമൗണ്ട് റിക്വയർഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. ലോൺ പർപ്പസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സാലറി റിസീവ് ചെയ്യുന്ന ബാങ്ക് ത്രൂ ആണോ അക്കൗണ്ട് ത്രൂ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിനുശേഷം അത് ഓക്കെ കൊടുക്കുക. സോ അടുത്തായി നമ്മുടെ ബാങ്കിങ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാണ്. സോ ആ ഒരു ഭാഗത്ത് താഴെയായിട്ട് പ്രൊസീഡ് എന്ന് പറയുന്നത് കാണുന്നുണ്ടാവും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. സോ അതിന് നമ്മുടെ ബാങ്ക് അക്കൗണ്ട്, നമ്മുടെ ഏതിലൊക്കെ നമ്മുടെ സാലറി കാര്യങ്ങളൊക്കെ ക്രെഡിറ്റ് ആവുന്നത് ആ ഒരു ബാങ്ക് അക്കൗണ്ട് അതിൽ സെലക്ട് ചെയ്യുക. സോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ എൻ്റെ ഫെഡറൽ ബാങ്കാണ്, ഫെഡറൽ ബാങ്ക് സെലക്ട് ചെയ്യണം. സോ അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലോഡിങ് ആവുന്നതായിരിക്കും. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. സോ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് കാരണം നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ. സോ അത് നിങ്ങൾക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്രൂവൽ ആയിട്ടുള്ള എമൗണ്ട് അവിടെ കാണിക്കുകയാണ്. എനിക്കിവിടെ 5,000 രൂപയാണ് അപ്രൂവൽ ആയിട്ടുള്ളത്. സോ താഴെ ഗെറ്റ് ഫണ്ട് നൗ എന്ന് പറയുന്ന ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡിസ്പേഴ്സ് ആവുന്നതായിരിക്കും. സോ ഇതൊരു എമർജൻസി കേസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. കാരണം ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ കൂടുതലാണ്. 17 ദിവസമൊക്കെയാണ് ടെന്യൂർ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു എമർജൻസിക്ക് ആണെങ്കിൽ ട്രൈ ചെയ്യാം. ലെൻഡേഴ്സ് കാര്യങ്ങളൊക്കെ RBI അപ്രൂവ്ഡ് NBFC ആണ്. സോ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്